ഹരേ കൃഷ്ണ. ഈ മാസത്തെ, അതായത് ഫെബ്രുവരി മാസത്തെ അവസാനത്തെ കൃഷ്ണപക്ഷ ഏകാദശിയായ വിജയ ഏകാദശി വരുന്നത് ഈ മാസം 24-ാം തീയതിയാണ്. അപ്പോൾ 23-ാം തീയതി നമ്മൾ ഒരിക്കൽ എടുത്ത് ഒരു നേരം ആര്യാഹാരം കഴിച്ച് കാലത്തും രാത്രിയൊക്കെ ഗോതമ്പൊക്കെ കഴിക്കാം. പിന്നെ 24-ാം തീയതി ഉപവാസം എടുക്കുന്നവർക്ക് ഉപവാസമെടുത്ത് ഏകാദശി വ്രതം എടുക്കാം. ഇല്ലാത്ത ഉപവാസം എടുക്കാൻ ശാരീരികമായിട്ട് അസുഖമുള്ളവർക്ക് പഴങ്ങളോ എന്തെങ്കിലും നട്ട്സോ പാലോ ഒക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഇതിനു മുൻപ് ഞാൻ ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാരണ വിടേണ്ടത് 25-ാം തീയതിയാണ്. അതായത് പാരണ സമയം എന്ന് പറയുന്നത് രാവിലെ 6:40 മുതൽ 9:10 വരെയാണ് ഏകാദശിയുടെ പാരണ വിടേണ്ടത്, അതായത് 25-ാം തീയതി. പിന്നെ ഹരിവാസന സമയം എന്ന് പറയുന്നത് 24-ാം തീയതി പകൽ 7:48 മുതൽ രാത്രി 7:30 വരെയാണ്. അതാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹരിവാസര സമയത്താണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ആവാസം നമുക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന സമയം. അതാണ് ഹരിവാസര സമയം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏകാദശി വ്രതത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഈ മാസത്തെ ഫെബ്രുവരിയിലെ അവസാനത്തെ കൃഷ്ണപക്ഷ വിജയ ഏകാദശിയാണ് 24-ാം തീയതി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണം നമസ്തു. ജയ് ശ്രീ രാധേ രാധേ. സർവത്ര ഗോവിന്ദ.